നമസ്കാരം. തങ്ങളില്ലാതെ ലോകത്ത് ഒന്നും നടക്കില്ല എന്ന ഒരു തെറ്റിദ്ധാരണയും അഹങ്കാരവുമാണ് അമേരിക്കയ്ക്ക് ഉണ്ടായിരുന്നത്. എന്നാൽ ആ അഹങ്കാരത്തിന് നല്ല ഒന്നാം തരം പണി നൽകിയിരിക്കുകയാണ് ഇറാൻ. എന്താണ് ആ പണിയെന്നറിയണ്ടേ? അമേരിക്കയുടെ യാതൊരുവിധ ടെക്നോളജിയും തങ്ങൾക്ക് ആവശ്യമില്ല എന്ന് ചൈനയുടെയും റഷ്യയുടെയും നിലപാടിനൊപ്പം ഇറാനും നിലപാട് കടുപ്പിക്കുകയാണ്. ഇതിന്റെ ആദ്യ പടിയായി നാവിഗേഷൻ ടെക്നോളജിയായ GPS ഇറാൻ പൂർണ്ണമായും ഉപേക്ഷിച്ചു. പകരം സമാന്തര സാങ്കേതിക വിദ്യയായ ചൈനയുടെ വെയ്ഡോ ഉപയോഗിക്കാനാണ് തീരുമാനം. അധികം വൈകാതെ ഇന്റർനെറ്റ്, കാർഷികം, ഗതാഗതം തുടങ്ങിയ മേഖലകളിൽ ഇറാൻ ബെയ്ഡോ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചു തുടങ്ങും. അതിന് വഴിത്തിരിവായി മാറിയത് 12 ദിവസം നീണ്ടുനിന്ന ഇറാൻ ഇസ്രയേൽ യുദ്ധത്തിനിടെ ഇറാന്റെ ആണവ അടിസ്ഥാന സൗകര്യ കേന്ദ്രങ്ങൾ എവിടെയെന്ന് കണ്ടെത്തി ആക്രമിക്കാൻ ഇസ്രയേലും അമേരിക്കയും GPS സംവിധാനം ഉപയോഗിച്ചിട്ടുള്ള തിരിച്ചറിവാണ്. ഈ തിരിച്ചറിവ് തന്നെയാണ് ഇറാനെ GPS ഉപേക്ഷിക്കുക എന്ന തീരുമാനമെടുക്കാൻ പ്രേരിപ്പിച്ചത്. കൂടാതെ നിരവധി ഇറാനിയൻ ആണവ ശാസ്ത്രജ്ഞന്മാരെയും സുരക്ഷാ സൈനിക മേഖലകളിലെ മുതിർന്ന കമാൻഡർമാരെയും അവരുടെ കൃത്യമായ സ്ഥലങ്ങൾ ഇസ്രയേൽ കണ്ടെത്തിയത് ടെലി കമ്മ്യൂണിക്കേഷൻ വഴിയായിരുന്നു. ഇതിലൂടെ അവരുടെ ലൊക്കേഷൻ കൃത്യമായി മനസ്സിലാക്കുകയും അവരെ വകവരുത്തുകയുമായിരുന്നു. എന്തായാലും ഈ തിരിച്ചടികളിൽ നിന്നും പാഠം ഉൾക്കൊണ്ടാണ് ഇറാൻ പുതിയ തീരുമാനം എടുത്തത്. കൂടാതെ അമേരിക്ക ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മെറ്റയുടെ മെസ്സേജിംഗ് ആപ്പായ വാട്സപ്പ് ഉപയോഗം നിർത്താനും മൊബൈൽ ഫോണുകളിൽ നിന്ന് ആപ്പ് നീക്കം ചെയ്യാനും ഇറാൻ ജനങ്ങളോട് ആവശ്യപ്പെട്ടിരുന്നു. ഇതുവഴി ഇസ്രയേലിലെ ഡേറ്റ ചോർത്തിക്കിട്ടാൻ സാധ്യതയുണ്ടെന്ന കാരണത്താലായിരുന്നു ഇറാന്റെ ഈ നീക്കവും. യുദ്ധത്തിനുള്ള ടൂളായി സാങ്കേതിക വിദ്യ പോലും ഉപയോഗിക്കുന്ന അമേരിക്കൻ നയങ്ങൾക്ക് ഇറാന്റെ ഈ തീരുമാനം കനത്ത തിരിച്ചടിയാണ്. ടെക്നോളജി രംഗത്ത് ചൈന അമേരിക്കയെ മറികടന്ന് വൻ പുരോഗതികൾ കൈവരിക്കുന്നത് കുറച്ചൊന്നുമല്ല അമേരിക്കയെ ആശങ്കയിലാഴ്ത്തുന്നത്. കുറഞ്ഞ മൂലധനത്തിൽ മികച്ച ടെക്നോളജികൾ നിഷ്പ്രയാസം തയ്യാറാക്കുന്ന ചൈനയുടെ മികവ് കണ്ട് അമേരിക്ക ഞെട്ടിയതാണ്. ആഗോള സാങ്കേതിക വിദ്യാരംഗത്ത് അമേരിക്കൻ LLM ആയ ChatGPTക്ക് കടുത്ത വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് കടന്നു വന്ന ഡീപ് സീക്ക് ലോകത്തിന് തന്നെ വലിയ അത്ഭുതമായിരുന്നു. ഇറാന്റെ വെറുമൊരു യുദ്ധതന്ത്രം മാത്രമല്ല ഈ തീരുമാനം സൂചിപ്പിക്കുന്നത്, വലിയൊരു ലോകക്രമം മാറ്റം തന്നെയാണ്. അമേരിക്ക എന്ന ബിന്ദുവിന് ചുറ്റും ലോക രാജ്യങ്ങൾ കിടന്നു കറങ്ങുമെന്നും ലോക പോലീസായി വാഴാമെന്നും അമേരിക്ക എക്കാലും ധരിച്ചു പോന്നത്. അതിനുള്ള എല്ലാ സാധ്യതകളും അടച്ചുകൊണ്ടാണ് ചൈനയും ഇറാനും റഷ്യയും അടക്കമുള്ള രാജ്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഒരു ആഗോള പുനഃക്രമീകരണത്തിന്റെ തുടക്കമാണ് ഇറാന്റെ ഈ നീക്കം. കമ്പ്യൂട്ടർ ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങൾ, ഇന്റർനെറ്റ് തുടങ്ങിയ ടെലി കമ്മ്യൂണിക്കേഷൻ, സാറ്റലൈറ്റ് നെറ്റ്വർക്കുകൾ വരെ ലോകത്തിലെ സാങ്കേതിക അടിസ്ഥാന സൗകര്യങ്ങൾ പതിറ്റാണ്ടുകളായി പടിഞ്ഞാറൻ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് അമേരിക്കൻ ആധിപത്യം സ്ഥാപിച്ചിട്ടുണ്ട്. ഇത് ലോകത്തെ മുഴുവൻ അമേരിക്കയെ വെല്ലുവിളിക്കാനോ എതിർക്കാനോ കഴിയാത്ത വിധം പൂർണ്ണമായി ആശ്രയിക്കുന്നതിലേക്ക് നയിച്ചു. എന്നാൽ ഈ ആശ്രയത്വം ഇന്ന് അവരെ ദുർബലതയിലേക്ക് നയിക്കുന്ന കാഴ്ചകളാണ് കാണാൻ കഴിയുന്നത്. അമേരിക്ക, മറ്റ് പാശ്ചാത്യൻ രാജ്യങ്ങൾ എന്നിവയ്ക്ക് ബദലായി തെക്കുനിന്നും പുതിയൊരു ലോകക്രമം ഉദയം കൊള്ളാനുള്ള സാധ്യതകളാണ് ഇത് കാണിക്കുന്നത്. ചൈന, റഷ്യ, ഇന്ത്യ, ഉത്തര കൊറിയ, ഇറാൻ അടക്കമുള്ള രാജ്യങ്ങൾ കൈകോർത്ത് അതിനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നുമുണ്ട്. യുദ്ധകുറ്റങ്ങളെക്കാൾ ഭീകരമായ ആഗോളതലത്തിലുള്ള നിയമവിരുദ്ധമായ നിരീക്ഷണവും ഡാറ്റ ശേഖരണവും കാലങ്ങളായി അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളും തുടർന്നു വരികയാണ്. ഇത് ലോകമെമ്പാടുമുള്ള സർക്കാരുകളെ ആശങ്കാകുലരാക്കിയിട്ടുണ്ട്. ഇറാന്റെ ബെയ്ഡോയിലേക്കുള്ള മാറ്റം മറ്റു രാജ്യങ്ങളെയും അമേരിക്കൻ ആശ്രയത്വം ഉപേക്ഷിക്കുന്നതിനെക്കുറിച്ചും സ്വയം പ്രതിരോധം തീർക്കുന്നതിനെക്കുറിച്ചും ചിന്തിപ്പിക്കും. അമേരിക്കയുടെ നിയന്ത്രണത്തിലുള്ള അടിസ്ഥാന സൗകര്യ സംവിധാനങ്ങൾ ഉപേക്ഷിക്കാൻ ഇത് മറ്റ് രാജ്യങ്ങളെ പ്രേരിപ്പിക്കുകയും ചെയ്യും. യൂറോപ്പിലെ ഗലീലിയോ മുതൽ റഷ്യൻ ഗ്ലോനോസ് വരെയുള്ള പ്രാദേശിക ഉപഗ്രഹ നാവിഗേഷൻ സംവിധാനങ്ങൾ സൃഷ്ടിക്കുന്നതിന് പിന്നിൽ പ്രേരക ശക്തികളിലൊന്നാണ് ഈ വികാരം. ഇറാൻ ഇപ്പോൾ തന്നെ സ്വന്തം ഇൻട്രാനെറ്റ് സംവിധാനമായ നാഷണൽ ഇൻഫർമേഷൻ നെറ്റ്വർക്ക് വികസിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത് ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നതിൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ ഇറാനെ സഹായിക്കും. ഭാവിയിൽ ഇറാൻ ഈ പ്രക്രിയ വിപുലീകരിക്കുവാനും ചൈനയുടെ ഗ്രാറ്റ് ഫയർവാളിനെ അനുകരിക്കാനുമുള്ള സാധ്യതയുണ്ട്. ചൈനയുടെ ബൃഹത്തായ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് അഥവാ BRI ഒരു ബദൽ ആഗോള ക്രമം കെട്ടിപ്പടുക്കാനുള്ള ഒരു ബ്ലൂ പ്രിന്റ് ആണ്. ഇന്ധന വിതരണ രംഗത്ത് അതികായനായ ഇറാന്റെ കടന്നുവരവോടെ ചൈന നേതൃത്വം നൽകുന്ന ഈ തെക്കൻ രാജ്യങ്ങളുടെ ശ്രേണി കൂടുതൽ ശക്തി പ്രാപിക്കും. ഇറാന് പിന്നാലെ കൂടുതൽ രാജ്യങ്ങൾ ഇത് പിന്തുടരുമ്പോൾ പടിഞ്ഞാറൻ രാജ്യങ്ങൾ താനാണെന്ന ഭാവം ഇല്ലാതാവുകയും ചൈനയുടെ ബദൽ നയങ്ങൾ പുതിയൊരു ലോകക്രമത്തിന് പ്രേരക ശക്തിയായി തീരുകയും ചെയ്യും. അമേരിക്കയുടെ ഉറക്കം കെടാൻ ഇതിൽ പരം എന്തു വേണം?
ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ വി ഡി സതീശൻ. ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച